വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ഞാൻ ഒരു പിടി ആര്യവേപ്പിൻ്റെ ഇല കൊണ്ടാണ് വന്നിരിക്കുന്നത്. എന്തിനാണ് ഈ ആര്യവേപ്പിൻ്റെ ഇല കൊണ്ടുവന്നതെന്നോ? ഈ ആര്യവേപ്പ് ഒരു ഇൻസെക്റ്റ് റിപ്പല്ലൻ്റ് പ്ലാന്റ് ആണ്. എന്ന് വെച്ചാൽ ഇൻസെക്ട്സ് ഒന്നും ഈ ആര്യവേപ്പിനെ വന്ന് അറ്റാക്ക് ചെയ്യത്തില്ല. ഇതിന് ഒരു പ്രത്യേക കഴിവുള്ളത് കൊണ്ടാണ്. ഇതിനൊരു കയ്പ്പ് രുചിയുണ്ട്. ഇതിൻ്റെ ഇലയ്ക്കും ഇതിൻ്റെ തൊലിക്കുമൊക്കെ ഒരു വല്ലാത്ത ഗന്ധം, മണമുണ്ട്. അപ്പോൾ അത് ഇൻസെക്ട്സിനൊന്നും അത്ര ഇഷ്ടമല്ല. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് പെസ്റ്റിസൈഡ് ഉണ്ടാക്കാനായിട്ട് ഉപകരിക്കും. ഇതിൻ്റെ ഇല എടുത്ത് എങ്ങനെയാണ് പെസ്റ്റിസൈഡ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ ഇലയിലുള്ള ഒരു അസാഡിജാക്റ്റിൻ എന്ന് പറയുന്ന ഒരു കെമിക്കൽ കൊണ്ടാണ് ഇതിൻ്റെ ഇൻസെക്ട്സിനെ എല്ലാം റിപ്പൽ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് വീടിൻ്റെ അടുത്ത് വളർത്തുന്നത് ഒത്തിരി നല്ലതാണ്. അതിനെക്കുറിച്ച് ഞാൻ ആ ചെടിയൊക്കെ കാണിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഇന്ന് ഞാൻ ചെന്ന് നോക്കിയപ്പോൾ എൻ്റെ പയറിലെല്ലാം ഇച്ചിരി ചാഴിയും പുഴുക്കുത്തും ഒക്കെ വീണു. അപ്പോൾ അതിന് എങ്ങനെയാണെന്ന് രക്ഷിക്കുക എന്ന് വിചാരിച്ച് ഒരു ഓർഗാനിക് പെസ്റ്റിസൈഡ് ഉണ്ടാക്കാമെന്ന് തീരുമാനിച്ചു. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അതിനു വേണ്ടിയാണ് ഈ ഇല ഇന്ന് സമാഹരിച്ചിരിക്കുന്നത്. ഇൻഡക്ഷൻ കുക്കറിന് ഒരു ചെറിയ കംപ്ലൈൻറ്റ് വന്നു. അതിന് ടെമ്പറേച്ചർ വേരിയേഷനായി. അപ്പോൾ ഉണ്ടോ, ഞാൻ കാപ്പിയൊക്കെ ഇട്ടുകൊണ്ടിരുന്ന പാത്രത്തിന് അടി കരിഞ്ഞു പിടിച്ചു. എന്നാൽ പിന്നെ ഇനി ഇത് വേറെ വല്ല ആവശ്യത്തിന് എടുത്തേക്കാമെന്ന് ഓർത്തു. അന്നേരമാണ് വീട്ടിലെ ഒരു വീട്ടു ഫാർമസിയെക്കുറിച്ച് ഓർത്തത്. എൻ്റെ പാവൽ മുഴുവനും പുഴുക്കുത്ത് പിടിച്ചു. അപ്പോൾ ഒരു പിടി ഇത് കണ്ടോ, ഇതാണ് വീട്ടു ഫാർമസി. ഈ വീട്ടു ഫാർമസി എന്താണെന്നറിയാമോ? മീലിയ അല്ലെങ്കിൽ ആര്യവേപ്പ്. ഇതിൻ്റെ ഒരു പിടി ഇല എടുത്ത് ഇതിനകത്തിട്ട് 1 ലിറ്റർ വെള്ളം ഒഴിച്ച് നന്നായിട്ടങ്ങ് തിളപ്പിക്കണം. ഇത് തിളപ്പിച്ച് ഊറ്റിയെടുത്തിട്ട് അത് തണുപ്പിച്ച്, 1 ലിറ്റർ വെള്ളമാണല്ലോ, നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ കൂടുകയാണെങ്കിൽ ഇത് ഊറ്റണം. ഇത് മാറ്റി കഴിഞ്ഞിട്ട് ഇത് തണുപ്പിച്ച് പാവലിൽ നിന്ന് സ്പ്രേ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇന്നലെ ഒന്ന് ചെയ്തു നോക്കിയപ്പോൾ നല്ല വ്യത്യാസം. ആ പറന്നു കിടക്കുന്ന ജീവികളൊന്നും അവിടെ വന്നിട്ടില്ല. അപ്പോൾ ഇത് നിങ്ങൾക്കൊരു ലൈഫ് ഹാക്കാണ്, നിങ്ങളുടെ ജീവിതത്തിൽ ഉപകാരപ്പെടും. ഇൻസെക്ടിസൈഡ് ഒന്നും മേടിക്കണ്ട. നമ്മുടെ വീട്ടിൽ തന്നെ ഈ പ്ലാന്റ് ഇതെന്താണെന്നാണ് ഞാൻ പറഞ്ഞത്, ഇതാണ് ഇൻസെക്ടിസൈഡിന് വേണ്ടി ഉപയോഗിക്കുന്ന നമ്മുടെ ആര്യവേപ്പ്. ഇതിൻ്റെ ഒരു പിടി ഇല കൊണ്ട് നമുക്ക് ഇൻസെക്ടിസൈഡ് ഉണ്ടാക്കാം. നീം ലീഫ് അല്ലെങ്കിൽ ആര്യവേപ്പിൻ്റെ ഇല ഒരു 10 മിനിറ്റായി നന്നായിട്ട് തിളപ്പിച്ചു. ഇനി ഈ ഗ്യാസ് ഓഫ് ചെയ്യാം. ഇത് ഊറ്റി അരിച്ചെടുക്കണം. ഇത് അരിച്ചെടുത്തിട്ട് എൻ്റെ പാവലിനും അതുപോലെ ഉള്ള പച്ചക്കറിക്കും ചെടികൾക്കും പുഴുക്കുത്ത് വീണതിനെല്ലാം അടിച്ചാൽ ഇൻസെക്ടിസൈഡിന് പകരമായിട്ട് നല്ല ഒരു നാച്ചുറൽ ഓർഗാനിക് റെമഡിയാണ്. അത് നിങ്ങൾക്ക് ഉപകാരപ്പെടും. ആര്യവേപ്പിൻ്റെ ഇല തിളച്ചത് ഊറ്റിയെടുത്തു. ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇത് തണുത്ത് കഴിയുമ്പോൾ പയറിനും പാവലിനും എല്ലാം സ്പ്രേ ചെയ്യാൻ പോവുകയാണ്. അതിൻ്റെ ഇലയുണ്ടല്ലോ, വാടിയിരിക്കുന്ന ഇല, ഇത് ആ പയറിൻ്റെയും പാവലിൻ്റെയും ഒക്കെ ചോട്ടിലിട്ടാലും മതി. ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ട്, ഒരു വല്ലാത്ത സ്മെല്ലാണല്ലോ, നിങ്ങൾക്കറിയാം ഈ ആര്യവേപ്പിൻ്റെ സ്മെല്ല്. അതിനകത്ത് ഉള്ള അസാഡിരാച്ചിൻ എന്ന് പറയുന്ന കെമിക്കൽ ഉള്ളത് കൊണ്ടാണ് ഈ മണം അതിന് വരുന്നത്. ഇത് ഒരു കയ്പ്പാണ്, അതിന് കശപ്പ് പ്ലാന്റ് എന്നല്ലേ പറയുന്നത് തന്നെ. അപ്പോൾ ഈ കയ്പ്പുള്ളത് കൊണ്ട് ഇതിൻ്റെ മണവും ഇതിൻ്റെ ടേസ്റ്റും ഇൻസെക്ട്സിനൊന്നും ഇഷ്ടമില്ല. അതുകൊണ്ട് കൊതുക് ആദ്യമായതെല്ലാം സ്ഥലം വിട്ടു പോയിക്കോളും.